സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ആംഗിളിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. നവോദയയ്ക്ക് സൈനിക് സ്കൂളിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ആംഗിൾസ് ബേസിക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ആംഗിൾസ് ആ ടൈപ്സ് വരുന്നതെന്നുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആംഗിൾസ്. ഇനി ഇവിടെ കുറച്ച് ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇഫ് ദ മെഷർ ഓഫ് ആൻ ആംഗിൾ ഈസ് 90 ഡിഗ്രി, if the measure of an angle is 90 degree, that angle is known as a right angle triangle. Right angle. If the measure of an angle is, ഇത് ബൈ ഹാർട്ട് ആക്കണം, ബുക്കിലേക്ക് എഴുതിയെടുക്കണം. measure of an angle is 90 degree. It is called റൈറ്റ് ആംഗിൾ. അതിനെ റൈറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. 90 ഡിഗ്രി ഉള്ള ഒരു ആംഗിളാണ് റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ആംഗിളിൻ്റെ മെഷർ 90 ഡിഗ്രി, അതായത് ഇങ്ങനെ എഡ്ജ് ഇങ്ങനെ കോർണറായിട്ട് വരും. ഇതാണ് 90 ഡിഗ്രി ആംഗിൾ. ഇനി ഇഫ് ദ മെഷർ ഓഫ് ആൻ ആംഗിൾ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി, ഇഫ് ദ മെഷർ ഓഫ് ആൻ ആംഗിൾ ഈസ് less than 90 degree, it is known as acute angle. Measure of an angle is less than 90 degree. 90 ഡിഗ്രിയേക്കാൾ ചെറുതാണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിയേക്കാൾ ചെറുത്. ഡിഗ്രിന്ന് മുകളിലൊരു 0 ഡിഗ്രി എന്നാണ് വായിക്കേണ്ടത്. 90 ഡിഗ്രി. ഇറ്റ് ഈസ് കോൾഡ് അക്യൂട്ട് ആംഗിൾ. അതിനെ അക്യൂട്ട് ആംഗിൾ എന്നാണ് അറിയപ്പെടുന്നത്. 90 ഡിഗ്രിയിൽ കുറവുള്ളത് അക്യൂട്ട് ആംഗിൾ. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അക്യൂട്ട് ആംഗിൾ ഇത് 90 ഡിഗ്രി കുറവുള്ള ആംഗിളാണ് അക്യൂട്ട് ആംഗിൾ. ഇനി അടുത്ത് ഇഫ് ദ മെഷർ ഓഫ് ആൻ ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, അതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ടൈപ്പ്. ഈ the measure of an angle is if the measure of an angle is greater than 90 degree, if the measure of an angle is greater than 90 degree, it is called obtuse angle. 90 degree, it is called obtuse angle. അതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇപ്പം 90 ഡിഗ്രി ഉള്ളത് റൈറ്റ് ആംഗിളും 90 ഡിഗ്രിയിൽ കൂടുതലുള്ള ഒബ്റ്റ്യൂസ് ആംഗിളും 90 ഡിഗ്രി കുറവുള്ളത് റൈറ്റ് ആംഗിളും. ഇനി കോംപ്ലിമെൻ്ററി ആംഗിൾ എന്താണ്, സപ്ലിമെൻ്ററി ആംഗിൾ എന്താണ് നമുക്ക് നോക്കാം. കോംപ്ലിമെൻ്ററി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് വരും. നമുക്കിത് വേറൊരു ചാപ്റ്ററായിട്ട് തന്നെ പഠിക്കാണ്ട്, എന്നാലും ഞാൻ ഇതൊന്ന് ടച്ച് ചെയ്ത് പോവുകയാണ്. കോംപ്ലിമെൻ്ററി ആംഗിൾ. ഇഫ് ദ സം ഓഫ് ടു ആംഗിൾസ് ഈസ് 90 ഡിഗ്രി. രണ്ട് ആംഗിളിൻ്റെ സമ്മ്. ഇഫ് ദ സം ഓഫ് ടു ആംഗിൾ ഈസ് 90 ഡിഗ്രി, ഇഫ് ദ സം ഓഫ് ടു ആംഗിൾസ് ഈസ് 90 ഡിഗ്രി. രണ്ട് ആംഗിൾ കൂട്ടുമ്പം 90 ഡിഗ്രി ആണെങ്കിൽ then it is called 90 degree, then it is called കോംപ്ലിമെൻ്ററി ആംഗിൾസ്. അവയെ കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്നാണ് അവയെ വിളിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് കോംപ്ലിമെൻ്ററി ആംഗിൾസ്. അപ്പം നമുക്കൊരു ആംഗിളിൻ്റെ അളവ് വന്നാൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി കാണാനാണ്. ഇഫ് വൺ ആംഗിൾ ഇസ് 30 ഡിഗ്രി, ഫൈൻഡ് ഇറ്റ്സ് കോംപ്ലിമെൻ്ററി. അതിൻ്റെ കോംപ്ലിമെൻ്ററി കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 90-ന്ന് കുറച്ചാൽ മതി. 90-ന്ന് 30 കുറച്ചാൽ മതി. 90 - 30 = 60 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്ററി. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി അടുത്തത് സപ്ലിമെൻ്ററി ആംഗിളാണ്. ഇഫ് ദ സം ഓഫ് ടു ആംഗിൾ ഈസ് 180 ഡിഗ്രി, ഇറ്റ് ഈസ് നോൺ ആസ് സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് തന്നെ പറയും. സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയും. കോംപ്ലിമെൻ്ററി രണ്ട് ആംഗിളിൻ്റെ സമ്മ 90 ഡിഗ്രി ആണെങ്കിൽ കോംപ്ലിമെൻ്ററി. ദെൻ ഇഫ് ദ സം ഓഫ് ടു ആംഗിൾ ഈസ് if the sum of two angle is
180 ഡിഗ്രി 180 ഡിഗ്രി ആണെങ്കിൽ then it is called സപ്ലിമെൻ്ററി ആംഗിൾസ്. അപ്പോൾ അവയെ സപ്ലിമെൻ്ററി ആംഗിൾ എന്നാണ് പറയുന്നത്. സപ്ലിമെൻ്ററി ആംഗിൾസ്. രണ്ട് ആംഗിളിൻ്റെ ഇവിടെ. ഇനി ഈ വൺ ആംഗിൾ ഈസ് 130, ഒരു ആംഗിൾ 130 ആണെങ്കിൽ 130 ഡിഗ്രി ഫൈൻഡ് ഇറ്റ്സ് സപ്ലിമെൻ്ററി. സപ്ലിമെൻ്ററി അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഒരു ആംഗിൾ 130 ആണെങ്കിൽ അതിനെ സപ്ലിമെൻ്ററി കാണുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? 180 മൈനസ് 130 ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി വരും. അങ്ങനെ സപ്ലിമെൻ്ററി ആംഗിളും കോംപ്ലിമെൻ്ററി ആംഗിളും കണ്ടുപിടിക്കാനായിട്ട് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അപ്പോൾ ഇത് ബുക്കിലേക്ക് എഴുതിയെടുക്കുക, എന്നിട്ട് ബൈഹാർട്ടാക്കുക. ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ ഇത് പിന്നീടാണല്ലോ ഉപകരിക്കും. ഇനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. താങ്ക് യു.